വെൽക്കം ബാക്ക് മൈ വീഡിയോസ് ആൻഡ് വിത്ത് അമറാസ് വേൾഡ്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു നമുക്ക് ഒരു യൂസ്ഫുള്ളാണ് ഒരു പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് എന്താ യൂസ്ഫുൾ എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പം നേരം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെല്ലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ബോക്സും ഇങ്ങനത്തെ എല്ലാം നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് ഇവർ കട്ടാവില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഷെൽസ് ഉണ്ട്, അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിലിടാൻ ഞാൻ ഇതേപോലെ ഓരോരോ നൈറ്റാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഷെൽഫിലായിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പറിനെ കൊണ്ട് ഒരു യൂസ്ഫുൾ ആകുന്ന ഒരു പോക്കറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഒരു ബീഡ്സിൻ്റെ ഒന്നുണ്ടാക്കിയിന്, അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കാണിച്ചു തരാം. പിന്നെ നമുക്ക് എന്തായത് ഷെല്ല് വെക്കേണ്ട ഒരു പോക്കറ്റ് അതേപോലെ തന്നെയാണ്. ഇതന്നെ ഒന്നുകൂടി ഒന്നും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഒരു പേപ്പറിനെ കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പേപ്പറിൽ എന്ത് ക്രാഫ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പേപ്പർ, ഞാൻ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ഫയലിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെതായ എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ, അമറ ഫിറോസ് എന്ന് വെച്ചുള്ള കണ്ട പണ്ടത്തെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മറ്റേ കവായ് സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. എന്നുവെച്ചാൽ ഫയൽ ആ വില്ല് ഒക്കുന്നില്ല, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ബാക്കിയെല്ലാം അനിത്താത്തൻ്റെ അൽമാരയിൽ വെച്ച്. അപ്പോൾ ഞാൻ വേറൊന്നും ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുണ്ട്, പക്ഷേ അതിങ്ങനെയാണെന്നുള്ളത്. ഇത് മതി. അപ്പോൾ ഇത് സാധാ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പറാണ് എടുത്തത്. നമുക്ക് ഇത് ആവശ്യമുണ്ട്. നമുക്ക് ഇതൊന്ന് ഈ പേപ്പർ എല്ലാം ഒന്ന് എടുപ്പിക്കാൻ പറ്റുന്നു. അപ്പോൾ തന്നെ ഇതാ പേപ്പർ ഇതാണ്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. ഒന്ന് മിനി സൈസിലാണ് കട്ട് ചെയ്യുന്നത്. ഇത്രയും വലുതൊന്നും ആവശ്യമില്ല. ഈ ചെറിയൊരു ഷെല്ലിനാണ് ഇത്രയും വലുതൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് ഹാഫ് ആക്കണം. അപ്പം മിനിമം ഞാൻ ഇത്രയാണ് ആക്കുന്നുള്ളൂ, അത് നിങ്ങളിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇട്ട് വെക്കാൻ അങ്ങനെ. ഓക്കെ, എൻ്റെ ഈ ഷെല്ലാണ്. നമുക്ക് ഇതൊന്ന് ഹാഫായി മുറിക്കാം. എനിക്ക് ഈ സീസറിനെ കൊണ്ട് മുറിക്കുന്ന അത്ര പരിചയമില്ലാത്തതാണ്. നമ്മൾ പണ്ടത്തെ പോലെ ഇങ്ങനെ സ്കെയിലൊക്കെ വെച്ചിട്ടായിരുന്നു അത്രയും കാലം മുറിച്ച് വളർത്തുന്നത്. അപ്പോൾ എനിക്ക് അത്ര അതിൻ്റെ രീതിയിലായിരിക്കില്ല. ഇത് നമുക്കിനി ആവശ്യമുള്ളപ്പോൾ എടുക്കാം. അത് വെച്ചു ഈ ഒരു ചെറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കാം. ആദ്യം ഒക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ ഒക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഒക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ഒക്കുന്നില്ല. ഈ പേപ്പർ നമുക്ക് ആവശ്യമാവും. ഒന്നും കൂടി ഒന്ന് മുറിക്കല. ഈ പേപ്പർ കുറച്ച് ചെറുതാണ്, ഇനി വലുതാക്കാം. പിന്നെ ഈ ഒരു ഇത് മുഴുവൻ എടുത്താലോ എന്നാണ് എൻ്റെ ഒരു ആലോചന. നമുക്ക് നോക്കി നോക്കാം. ഇത് വലിയ ഷെല്ലായ ാണ് ഇങ്ങനെയൊക്കെ കഷ്ടം വന്നത്. ചെറിയ ഷെല്ലാണ് കുഴപ്പമില്ല. ഇത് അതേപോലെ തന്നെ സൈസിലുണ്ട്. ഇത് അതേപോലത്തെ സൈസാണെന്ന് നോക്കാമല്ലോ. ഇല്ല അല്ലേ, മാറ്റണം. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതാണ്, ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചത്. നമുക്കിതൊന്ന് നോക്കി നോക്കാം. ഇതൊക്കെയാണ്. ഇനി ഈ പേപ്പർ നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം വേണ്ടോ സൈസൊക്കെ ഇങ്ങനെയാണ് എൻ്റെ പേപ്പറുള്ളത്. നമുക്ക് ഷെയ്ഡാക്കാം. നിങ്ങൾക്കിങ്ങനെ ബോറടിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ആയി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ക്രാഫ്റ്റുകൾ ചെയ്യാം. അപ്പോൾ എനിക്ക് ബോറടിക്കുന്നു, അപ്പോൾ ഞാൻ അദ്ദേഹം ക്രാഫ്റ്റൊക്കെ ചെയ്തു. ഓക്കെ, ഇത് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഭാഗം മാത്രം നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം, മറ്റേ ഭാഗം നമുക്ക് ഗ്ലൂവിനെ കൊണ്ട് നമുക്കിതൊന്ന് ക്ലോസ് ആക്കാം. ഈ ഗ്ലൂ നമ്മളുടെ ഗ്ലൂ കുട്ടിനുണ്ട്. അപ്പം ഞാൻ ഇതാ ഫെവിഗമാണ് എടുത്തത്. പക്ഷെങ്കിൽ എനിക്ക് ഏറ്റവും തോന്നുന്നത് അതെന്തിനാ എൻ്റെ പേര് ഫെവിക്കോൾ.
അതാണ് ഏറ്റവും നല്ലത്. എനിക്കിത് അത്ര ഒട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ ആക്കിയ ഒരു സാധനം ഉണ്ടെങ്കിലേ ഞാൻ ബീഡ്സിൻ്റെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടാൽ ചിലപ്പോൾ എനിക്ക് പിടിയിട്ടു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് ഒരു ഭാഗം നല്ല ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ ആക്കി നോക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് എൻ്റെ പണ്ടത്തെ ഒരു ഐഡിയ ആണ്, എന്തെങ്കിലും വെച്ച് ഇങ്ങനെ മുട്ടണം. അന്നേരം ഇടാം. ഇങ്ങനെ ആക്കിയാൽ നമ്മളെ ക്യാമറ കുറച്ചും കൂടി ഇളകുന്നുണ്ടല്ലേ. ഇങ്ങനെ ആക്കുമ്പോൾ ഇല്ല, നല്ലോണം നമുക്കിതാ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ ഓപ്പണാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇതോ ഏതെങ്കിലും ഒരു ഭാഗം ഈ ഗ്ലൂവിനെ കൊണ്ട് പിന്നെയും നമുക്ക് ക്ലോസ് ആക്കാം. ഓക്കെ, നമുക്ക് ഈ ഭാഗമാണ് അടുത്തത്. നമുക്ക് വളരെ സദസ്സൊക്കെ ആക്കുന്നത്, അതായത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് വേറെതായിട്ട് നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മൈൻഡ് വേറെ എല്ലാം പോകുന്നുണ്ട്. ഓക്കെ, ഇനി നേരത്തെ ഒരു ഐഡിയ പോലെ നമുക്കൊന്നും കൂടെ എടുക്കാം. സ്കെയിലിപ്പോൾ പൊട്ടുന്ന അനുഭവമാണ്. ഓക്കെ, നമ്മളിതാ രണ്ട് ഭാഗവും നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിതാ ഇവിടെയൊക്കെ ഒന്ന് മാറിയ പോലെ ഉണ്ട്. അതെല്ലാം ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഷേപ്പാക്കുക എന്നൊരു മീൻസ് ഇവിടെയൊക്കെ എൻ്റെ ഇങ്ങനെ വേണ്ടാത്ത പേപ്പേഴ്സ് എല്ലാം ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞത്. എനിക്കത് പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, അങ്ങനെ ആക്കി. ഇനി നമുക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ എഴുതി വെക്കണ്ടേ ഗൈസ്. ഈ ഒരു ഷെല്ലാണ് ആദ്യം നമുക്കൊന്ന് ഇട്ട് നോക്കാം. സ്കീനെ കൊണ്ട് എൻ്റെ പണ്ടത്തെ കളിയാണ്, എല്ലാം എൻ്റെ പണ്ടത്തെ കളിയാണ്. കുട്ടിപ്പട്ടാളം പണ്ടത്തെ മീൻസ് ഇപ്പം 5ാം ക്ലാസ്സിൽ എത്തിക്കാറുള്ളൂ. പണ്ടത്തെ ഒന്നും പറയാൻ പറ്റില്ല. ഒക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഈ ക്ലോസ് ചെയ്യാൻ. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കണ്ടേ ഗൈസ്, മൈ ഷെൽ പോക്കറ്റ്. അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതണം. നമുക്കിതാ സ്കെച്ചാണ് എടുത്തത്. ഞാൻ ബ്ലൂ സ്കെച്ച് ശരി. ഇത് നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ ചെയ്യണ്ടേ. ഞാൻ കുറച്ച് ലവ് ഇട്ട് വരക്കുന്നുണ്ട്. 3 4 ഞാൻ 5 ലവ് ആട്ടിട്ടുള്ളൂ. കൂടുതലായാൽ രസമുണ്ടല്ലോ. ഓക്കെ, ഇതാ എഴുതിയിട്ടുണ്ട് മൈ ഷെൽ പോക്കറ്റിന്. ഇനി നമുക്ക് നമ്മളുടെ താരം ഉള്ളിലിടാം. എനിക്ക് തോന്നുന്നു ഇത് വേണം, ഈ ഒരു ഷെൽ വേണം. ഒരു ചെറുത്ത് നോക്കിയിട്ട് എടുത്താലോ. ഞാൻ പറഞ്ഞു ഇല്ലേ, പൊട്ടുക. ഇത്രയും വലിയ ഷെല്ലെല്ലാം എടുത്തിട്ട് വന്നിന് ആര് ഞാൻ തന്നെ വേറെ. ഇത് വേണ്ട. ഇതിങ്ങനെ ഇവിടെ ഇത് ഓപ്പണായി വരുന്നുണ്ട്. അപ്പം ഈ ഷെല്ല് വേണ്ട. അപ്പം ഞാൻ ഏതാനും ലാസ്റ്റ് ഷെൽസൊക്കെ കാണിച്ചിരുന്നു പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പം തന്നെ എല്ലാം കാണിച്ചാൽ ഓക്കെ. ഈ ഷെല്ലാണ് എനിക്ക് വേണ്ട. ഇതാ ഷെല്ലിൻ്റെ ഒക്കെ ഞാൻ ഇവിടെയാണ് വെച്ചത്. കാണിച്ചത് ഇത് ഫുള്ള് ഷെൽസാണ്. അയ്യോ, ക്യാമറ തിരിഞ്ഞു. ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്ത ഷെല്ല് അല്ലേ. നമുക്ക് ഏത് ഷെല്ല് എടുക്കണം? ഇതെടുത്താലോ? ഇതല്ലൊരു ഷെയ്ഡാണ്. ഇതെടുത്താലോ ഗൈസ്? കേട്ടോ, ഇത് വേണോ? ഓ മൈ ഗോഡ്, ഇവിടെ നോക്ക്. ഇത് വേണോ?
ഇത് വേണോ അല്ല ഇതാ വേണ്ട, നമുക്ക് ഇത് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതാ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നല്ല ക്യൂട്ട് യെല്ലോ കളറാണ്. കീഴിൽ ക്ലിയർ ആയിട്ട് കാണുമല്ലോ, പക്ഷെ എനിക്ക് പോയി ഭാഗ്യം പൊട്ടിയിട്ടില്ല. ആണോ? ഈ ശില്ലമ്മക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്താം. ഏതാ ഉള്ളിൽ ഇട്ടിട്ടുണ്ടേ, എടുത്തു ഇടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ക്ലോസ് ആക്കാന്നല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ട വരുമ്പോൾ മറ്റേ തുറക്കേണ്ടി വരും. അപ്പോൾ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചാൽ ശരിയാവില്ല. അപ്പം നമുക്ക് വേറൊരു ടിപ്പ് ഉണ്ട്, അത് ഞാൻ ഇന്നലെ ചെയ്ത് തന്നെയാണ്. കാണിച്ചു തരാം. ഇങ്ങനെ മടക്കണം. ഓക്കെ, കാണിച്ചു തരാം. ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ അങ്ങ് മടക്കണം. ആ മടക്കൽ പോരാ, ഒന്ന് കൂടിയും മടക്കണം. ഒരു ക്യൂട്ടായി വരും. നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. സിമ്പിൾ ആണ് നമ്മളുടെ ബ്രെയിൻ. ഇതാ ഇങ്ങനെ ഇനി ഒന്ന് ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ ഇതാ ടാപ്പ് എടുത്തിട്ടുണ്ട്. അതാണ് നിൽക്കണ്ടേ. ചെറിയൊരു കഷ്ണമാണ് എടുക്കുന്നത്. ഈ ചെറിയ കഷ്ണം ബാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിക്കാം. ഇത്രയും ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തത്. അങ്ങനെ നമുക്ക് ഇവിടെ മുന്നിൽ ചാറാക്കണ്ട. അപ്പം നമുക്ക് ചെറുങ്ങനെ ഇവിടെ മുട്ടിച്ച് അപ്പോൾ ബാക്കിയുള്ള ബാക്കിൽ ഇങ്ങനെ മുട്ടിക്കാം. സിമ്പിൾ, കഴിഞ്ഞു. കണ്ടോ? ഇങ്ങനെയാണ് ഒട്ടിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ഷാഡോ കാണണ്ട. നല്ല ക്യൂട്ടായിട്ട് നമ്മളുടെ സ്കിഷ്യെല്ലാം പോലത്തെ. ഓക്കെ, ഇനി ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ആദ്യം ഈ മെസ്സി ആയിട്ടുള്ളത് നമുക്ക് ക്ലീൻ ആക്കണം. കാണിച്ചു തരാം. മെസ്സി ഉണ്ടോ? നമ്മൾ പണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെസ്സിൻ്റെ. ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. ഞാൻ എന്തെല്ലാം ഇതൊരു ഡ്രോയിങ് ബുക്കാണ്. ഇതിൻ്റെ അല്ല ഞാൻ വീഡിയോ ഇട്ടത്. ഏതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടത്? ഇതെങ്ങാനാ തോന്നുന്നു. അല്ല, ഏതിന് പഠിച്ചോന്? അത് വേറേത്. അത് ഞാൻ കാൽക്കുലേറ്റർ ആക്കി എടുത്തത്. എന്താ വെച്ചാൽ സെലാത്ത് വല്ലുന്ന കാൽക്കുലേറ്റർ അതേപോലെ ആയിട്ട് എടുത്തത്. കളഞ്ഞിട്ടില്ല. ഇതിലുണ്ടോ? ഞാൻ എൻ്റെ ബാസ്ക്കറ്റിലിട്ടു. ഈ ഒരു വേസ്റ്റ് ബിൻ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും. ഈ ഒരു വേസ്റ്റ് ബിന്നിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇടാം. ഇനി ഇത് എടുക്കായല്ല ഒരു മുഞ്ചു പോലെ. അപ്പം ഞാൻ ഇതൊരു 2-3 മാസമായി, 4-5 മാസമായി കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ മാറ്റും, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള മാറ്റും. ഇന്ന് ഒക്ടോബർ തന്നെ, നവംബറിലോ ഡിസംബറിലോ ഞാൻ ഇത് മാറ്റും. അന്നേരം ഞാൻ ഈ വീഡിയോ എടുക്കി. അപ്പം നിങ്ങളെല്ലാവരും കാണുക. നമ്മൾ വിഷയം മാറ്റി. എന്താ ഇതാണ് നമ്മൾ പണ്ട് ചെയ്തത്. ഇപ്പം ഞാൻ അലക്കും കുളുത്തുമല്ലോ ആക്കി. ഇതിങ്ങനെ സലാത്തിൻ്റെ കാൽക്കുലേറ്റർ ആയിരുന്നു. ഓക്കെ, ഇനിതാ നമ്മളുടെ മെസ്സി ആയിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതെല്ലാം എന്തെന്നായത്. ഓക്കെ, നമുക്ക് ഫൈനൽ കാണിച്ചു തരാം. ഇത് ഫൈനൽ നമുക്ക് കാണാമല്ലോ. അപ്പം നമ്മളെ റിസൾട്ട് മൈ ഷെൽ പോക്കറ്റ്. ഇതിൽ ഷെല്ലുണ്ട്. അതിൻ്റെ ടാക്കിന് അപ്പോൾ അങ്ങനെ ഇതും നമ്മളിവിടെ സെറ്റ് അയക്കുന്നു. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയ ബീഡ്സിൻ്റെ കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിലാണ് വെച്ചത്. ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഫുള്ള് മെസ്സിയാണ് കേട്ടോ. നമ്മളെ ബീഡ്സിൻ്റെ ഇതുണ്ട്. ഇത് ഞാനിനി വേറെ ഇത് ബീഡ്സ് ആണെങ്കിൽ ഞാൻ അതും ഉണ്ടാക്കും. കാണിച്ചു തരാം. നമ്മളിതാ ബീഡ്സ് പോക്കറ്റ് ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്.
ഒരു മാറ്റമില്ല. കണ്ടോ, മൈ ഷെൽ പോക്കറ്റ്, മൈ ബീഡ്സ് പോക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് ഉണ്ട്. വേണമെങ്കിൽ ASMR കേൾപ്പിച്ചു തരാം. കേൾക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രയും കേൾക്കുന്നില്ല. ഇതാ പ്രത്യേകിച്ച് നല്ലോണം കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ ആരും നിങ്ങൾ കമൻറ്റ് ചെയ്യില്ല. കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വാവ് സൂപ്പർ സൂപ്പർ എന്നല്ല കമൻറ്റ് ചെയ്യുക. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല, അങ്ങനെ വെച്ചോ കുഴപ്പമില്ല. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.